ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ജിയോ ടി വി സെറ്റപ്പ് ബോക്സിൽ ജിയോ ടി വി പ്ലസ് എന്ന ആപ്ലിക്കേഷൻ വഴി മലയാളം ചാനൽസ് എങ്ങനെ ആക്സസ് ചെയ്യാം, എന്തോരം ചാനൽസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് നോക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. ഗോയിങ് ഫോർവേഡ് യു ക്യാൻ സീ ലോട്ട് ഓഫ് വീഡിയോസ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ജിയോ ടി വി പ്ലസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് നമ്മൾ വി ചാനൽസ് കാണാൻ യൂസ് ചെയ്യുന്നത്. റൈറ്റ്, ഇത് സാധാരണ DTH കണക്ഷൻ പോലെയല്ല. നമുക്ക് കുറച്ച് ടെക്നിക്കലി അപ്ഗ്രേഡഡ് ആയ ആൾക്കാർക്കാണ്, സാധാരണ ഒരു വയസ്സായവർക്ക് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് യെസ്, മോസ്റ്റ് ഓഫ് ദ ചാനൽസ് അവൈലബിൾ ആണ്. ജിയോ ടി വി പ്ലസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ തന്നെ ചാനൽസ്, ലാസ്റ്റ് പ്ലേ ചെയ്ത ചാനൽസ് നമുക്ക് കാണാൻ തുടങ്ങും. ജിയോ ടി വി റിമോട്ടിലും സെയിം ഒരു ബട്ടൺ ഉണ്ട്, നമുക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ജിയോ ടി വി പ്ലസ് എന്ന് പറഞ്ഞ ഒരു റിമോട്ടിലൊരു ബട്ടൺ ഉണ്ട്. ഇത് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ജിയോ ടി വി ആപ്ലിക്കേഷനിലേക്ക് പോകും. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് മലയാളം, എന്തൊക്കെ മലയാളം ചാനൽസ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ടി വി ഗൈഡ് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ലാംഗ്വേജസ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് മലയാളം ചാനൽസ് സെലക്ട് ചെയ്യണം. ഓക്കെ, ഇതൊക്കെയാണ് ഇപ്പോൾ പറയാൻ പോകുന്നതാണ് മലയാളം ചാനൽസ് അവൈലബിൾ ആയിട്ടുള്ളത്. ജിയോ ടി വി മൊബൈൽ ആപ്ലിക്കേഷനിൽ ഇതിനേക്കാൾ കൂടുതൽ മലയാളം ചാനൽ ഞാൻ കണ്ടു. പക്ഷേ ടി വി ആപ്ലിക്കേഷനിൽ വന്നപ്പോൾ ചാനൽസ് കുറവാണ് കണ്ടത്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് പോയി നോക്കാം എന്തൊക്കെ ചാനൽസ് ഉണ്ടെന്ന്. ഫസ്റ്റ് ഉള്ളത് മലയാളം ന്യൂസ്, മാതൃഭൂമി, മനോരമ, കൗമുദി, ഏഷ്യാനെറ്റ്, മീഡിയ വൺ, സഫാരി, അമൃത, ജനൻ ടി വി, രാജ് മലയാളം, രാജ് ന്യൂസ്, ജയ് ഹിന്ദ്, കൈരളി ന്യൂസ്, വി, കൈരളി, ഫ്ലവേഴ്സ്, മഴവിൽ മനോരമ, കൈറ്റ് വിക്ടേഴ്സ്, കൊച്ചു ടി വി, സൂര്യ ടി വി HD, സൂര്യ ടി വി നോർമൽ, ഏഷ്യാനെറ്റ് പ്ലസ്. ഒരു കാര്യം ഓർക്കാനുള്ളത്, ഏഷ്യാനെറ്റ് മൂവീസ് അവൈലബിൾ അല്ല. സി കേരളം, മഴവിൽ മനോരമ അഗെയിൻ ഒരു HD ചാനലല്ല, നോർമൽ ചാനൽ. പിന്നെയുള്ളത് സൂര്യ മൂവീസ്, സൂര്യ കോമഡി, ന്യൂസ് കേരളം 18, ജീവൻ ടി വി നോർമൽ, DD മലയാളം, സൂര്യ മ്യൂസിക്, കപ്പ ടി വി, ഗുഡ്നസ്, ഷാലോം, ഹാർവസ്റ്റ്, റിപ്പോർട്ടർ, പവർ വിഷൻ, നാപ്റ്റോൾ. സോ ഇതൊക്കെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ മെയിൻ ചാനൽസ് ആയിട്ടുള്ള ഏഷ്യാനെറ്റ് പ്ലസ്, സൂര്യ എന്നീ ചാനൽസിന്, പിന്നെ സി കേരളം എന്നിവ അമർത്തുമ്പോൾ നേരെ അവരുടെ ആപ്ലിക്കേഷനിലേക്ക് റീഡയറക്റ്റ് ആവുകയാണ് ചെയ്യുക. സോ ഇവിടെ ഒരു ലാഗ് വരും. ലാഗ് വന്നതിന് ശേഷം നമുക്ക് ആ ചാനൽ കാണാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മളിപ്പോൾ ബാക്കിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ, ബാക്ക് സ്വിച്ച് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചാനലിലേക്കല്ല വരിക, അവരുടെ ആപ്ലിക്കേഷനിൽ സ്റ്റേ ബാക്ക് ചെയ്യും. വീണ്ടും ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ജിയോ ടി വി പ്ലസ് എന്ന് പറഞ്ഞ ഇതിലേക്ക് പോകും. അഗെയിൻ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു എക്സാമ്പിൾ കൂടി കാണിക്കാം. ഏഷ്യാനെറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഏഷ്യാനെറ്റ് ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ അഗെയിൻ ഇതുകൊണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിലേക്കാണ്. റൈറ്റ്, ജിയോ ഹോട്ട്സ്റ്റാർ ലോഡിംഗ് ആണ്. ഏഷ്യാനെറ്റ് ഇസ് കമ്മിങ്. റൈറ്റ്, സോ ഇത് കമ്മിങ് ചെയ്യും. പിന്നെ ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജിയോ ഹോട്ട്സ്റ്റാറിലേക്കാണ് വരുന്നത്. ടി വി ചാനൽസിലേക്ക് പോലെ വീണ്ടും ഒരു ബാക്ക് അടിച്ച് എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടി വി ഗൈഡിലേക്ക് വരുന്നു. പ്രീവിയസ് ചാനലിലേക്ക് പോവില്ല, വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യണം. ഇതിലൊരു അഡ്വാൻറ്റേജ് നമുക്ക് ഉള്ളത്, ഇതൊക്കെ നമുക്ക് ഫേവറേറ്റ് ആക്കി സൂക്ഷിക്കാം. സോ ഈ കാറ്റഗറീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫേവറേറ്റ് കാണാൻ പറ്റും. ഞാൻ കുറച്ച് ഫേവറേറ്റ്സുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇതിലൊരു ഡ്രോബാക്ക് കണ്ടത്. മലയാളം ചാനൽസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 24 ചാനൽ വിസിബിൾ ആയിട്ടില്ല. മേ ബി ഇറ്റ്സ് എ ബഗ് ഓർ സംതിങ്. പക്ഷേ നമ്മൾ ഫേവറേറ്റ് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 24 ചാനൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. മാനുവലി ആഡ് ചെയ്യണം. ഫേവറേറ്റ്സ് ആഡ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ റിമോട്ടിൽ ഈ റെഡ് ബട്ടൺ ഉണ്ട്.
ഈ റെഡ് ബട്ടണാണ്. ഈ റെഡ് ബട്ടൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേവറേറ്റ് ആഡ് ചെയ്യാം, ഫേവറേറ്റ് അൺഫേവറേറ്റ് ചെയ്യാം. സോ ഐ ക്യാൻ സി വെരി ഈസിയാണ്. ഈ റിമോട്ട് വെരി യൂസ്ഫുൾ ആണ്, വെരി ടൈനി ആണ്. പിന്നെ ഇതിൽ നമുക്ക് ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, ഡയറക്റ്റ് ബട്ടൺസ് ഉണ്ട്. ബട്ട് ഏഷ്യാനെറ്റ് മൂവീസ് ഇല്ല. അതർ ദാൻ ദാറ്റ് ഓൾമോസ്റ്റ് ഓൾ ചാനൽസ് ഉണ്ട്. ബട്ട് ഇതൊരു DTH കണക്ഷനായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എല്ലാ ചാനൽസും നമുക്ക് അവൈലബിൾ ആണ്. യൂസർ ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഓൾ ചാനൽസ് അവൈലബിൾ ആണ്. എല്ലാ മേജർ ചാനൽസും ഉണ്ട്. ആകെപ്പാട് ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് ചില ചാനൽസ്, ചില പെയ്ഡ് ചാനൽസ് അവരുടെ അപ്ലിക്കേഷനിൽ പോയിട്ട് വേണം ആക്സസ് ചെയ്യാനുള്ളതാണ്. നമുക്കതൊരു യൂസർ ഫ്രണ്ട്ലി ഫീലിംഗ് നമുക്കത് നഷ്ടമാവും. ഇപ്പോൾ ഒരു TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നെക്സ്റ്റ് ചാനൽസ് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംടൈംസ് ഇറ്റ് വിൽ ആസ്ക് ഫോർ അപ്ലിക്കേഷൻ. സോ ഞാനൊരു നെക്സ്റ്റ് അടിക്കും, ചാനൽ നെക്സ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ചാനൽ നെക്സ്റ്റ് അടിച്ച് നമുക്ക് അടുത്ത ചാനൽ സി നൗ സോണി ലൈവ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി നെക്സ്റ്റ് അടിച്ചപ്പോൾ. സോ ഇതാണ് ഒരു ഡ്രോബാക്ക് ഞാനിവിടെ കണ്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് us.